ഹമാസ് ഭീകര ഗ്രൂപ്പിനെതിരായ പുതിയ ആക്രമണത്തിന്റെ ഭാഗമായി 2 മാസത്തിനുള്ളിൽ ഗാസ മുനമ്പിന്റെ 75% പ്രദേശവും കൈവശപ്പെടുത്തുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. IDF 10,000-കണക്കിന് സൈനികരെ ഉൾക്കൊള്ളുന്ന 5 ഡിവിഷനുകളെ സ്ട്രിപ്പിൽ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ ഭീകര സംഘടന ബന്ദികളെ മോചിപ്പിക്കുവാൻ സമ്മതിച്ചില്ലെങ്കിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തെയും ഗാസയിലെ സിവിൽ ഭരണത്തെയും പരാജയപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വ്യാപകമായ കരയാക്രമണം ആരംഭിക്കുവാനും ഒരുങ്ങുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം. IDFന്റെ നിലവിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 7 ലക്ഷം പാലസ്തീനികൾ മവാസി പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. 3 ലക്ഷം മുതൽ 3.5 ലക്ഷം പേർ മധ്യ ഗാസയിലും ഏകദേശം 10 ലക്ഷം പേർ ഗാസ നഗരത്തിലുമാണ് താമസിക്കുന്നത്. ഇതിനർത്ഥം IDF വിപുലീകരിച്ച കരസേനാ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഗാസയിലെ 2 ദശലക്ഷം ജനസംഖ്യ ഗാസ സ്ട്രിപ്പിന്റെ 25% മാത്രം വരുന്ന പ്രദേശത്തേക്ക് തള്ളിവിടപ്പെടും എന്നതാണ്. തുടർന്ന് IDF ഗാസയുടെ ബാക്കി ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നീക്കം ചെയ്യുകയും മിക്ക കെട്ടിടങ്ങളും നശിപ്പിക്കുകയും ഭാവിയിൽ അത് കൈവശം വയ്ക്കുകയും ചെയ്യും. റാഫ, ഖാൻ യൂനിസ്, ഗാസ എന്നിവ പിടിച്ചെടുക്കപ്പെടുന്ന പട്ടണങ്ങളിൽ ഉൾപ്പെടും. നിലവിൽ സ്ട്രിപ്പിന്റെ ഏകദേശം 40% പ്രദേശം സൈന്യത്തിന്റെ കൈവശമാണ്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ശ്രദ്ധാകേന്ദ്രമായിരുന്ന പരമാവധി ഭീകരപ്രവർത്തകരെ ഇല്ലാതാക്കുന്നതിൽ നിന്ന് IDF ശ്രദ്ധ മാറ്റുകയാണെന്നും പകരം പ്രദേശം പിടിച്ചെടുക്കുന്നതിലും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗാസയിൽ ഏകദേശം 900 കിലോമീറ്റർ നീളത്തിൽ തുരങ്കങ്ങൾ ഭീകരർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അവയിൽ 25% മാത്രമേ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളൂവെന്ന് സൈന്യം പറയുന്നു. ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിലൂടെ ഭീകര സംഘടനകളുടെ കൈവശമുള്ള ശേഷിക്കുന്ന 58 ബന്ദികളെ കൂടി മോചിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് IDF വിശ്വസിക്കുന്നത്. ഇതിൽ തന്നെ 20 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട്. ഗാസ സന്ദർശന വേളയിൽ ഹമാസിനെതിരായ പോരാട്ടം അവസാനമില്ലാത്ത യുദ്ധമല്ല എന്ന് IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ പറഞ്ഞിരുന്നു. IDFന്റെ കണക്കനുസരിച്ച് പ്രായോഗികമായി ആക്രമണങ്ങളിലുണ്ടാകുന്ന കൊളാട്രൽ നാശനഷ്ടങ്ങളുടെ അളവിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. യുദ്ധത്തിനുടനീളം ഹമാസ് ഭീകരവാദി കൊല്ലപ്പെടുമ്പോൾ സാധാരണക്കാരും കൊല്ലപ്പെടുന്നുണ്ട്. സാധാരണക്കാരുടെ മരണസംഖ്യ പരമാവധി കുറയ്ക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സൈന്യം അറിയിച്ചിരുന്നു. എന്നാൽ വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുകയാണ്. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇത്തരത്തിൽ ഗാസ സ്ട്രിപ്പിൽ 53,000-ലധികം പേർ മരിച്ചതായി കണക്കാക്കപ്പെടുന്നുണ്ട്.